പുനലൂർ കല്ലടയാറ്റിൽ കുളിക്കുന്നതിനിടെ മുങ്ങിമരിച്ച സഹോദരികളായ അമൃതയുടെയും അനിലയുടെയും ചേതനയേറ്റ ശരീരങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ 3 മണിയോടെ പുനലൂർ തൊളിക്കോട് സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ സംസ്കരിച്ചു. ഞായറാഴ്ച വൈകിട്ട് വീടിന് പിന്നിലുള്ള ആറ്റിലെ കുളിക്കടവിൽ കുളിക്കാനും തുണി കഴുകാനുമായി പോയപ്പോഴാണ് ബഹളമയമില്ലാത്ത ലോകത്തേക്ക് അവർ ഒരുമിച്ചു പോയത്. പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ഒരു നോക്ക് കാണാൻ വൻ ജനാവലിയായിരുന്നു മോർച്ചറി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു. തിങ്കളാഴ്ച കണക്ക് പരീക്ഷ എഴുതേണ്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അനില. ഹയർ സെക്കൻഡറി 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സഹോദരിയായ അമൃത. കൂട്ടുകാരികളെപ്പോലെ കഴിഞ്ഞുവന്ന സഹോദരിമാർ ജീവിത പരീക്ഷണങ്ങൾക്ക് കാത്തുനിൽക്കാതെ ഞായറാഴ്ച മരണക്കയത്തിലേക്ക് പോവുകയായിരുന്നു. മോർച്ചറിയിൽ നിന്ന് ചേതനയേറ്റ കുഞ്ഞു ശരീരങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള അമ്മമാരുടെ കണ്ണുനീർത്തുള്ളികളും അലറി വിളിച്ചുള്ള കരച്ചിലുകളും മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത്. ബിജി ജോണിന്റെ 2 മക്കളുടെയും വേർപാടിൽ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ദുഃഖം താങ്ങാനായിട്ടില്ല. പഠനത്തിൽ സമൃദ്ധിയായിരുന്നു ഇരുവരും കണക്കുകൂട്ടലുകളില്ലാത്ത ക്രൂരമായ വിധിമരണത്തിന്റെ നിത്യതയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.